ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 6-7 ബീൻസ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയൊക്കെയാണ് കേട്ടോ. സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചോറൊന്നും വെച്ചിട്ടില്ല. അപ്പം നമുക്ക് സവോളയൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഒന്ന് വറുത്ത് മേലിലിടാനുള്ളതൊന്ന് കുറച്ച് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് കറി ചിക്കന് വേണ്ടിയിട്ടും അല്ലാതെയും കൂടെ ഉള്ളതാണ് കേട്ടോ ഇത്. അത് നമുക്ക് ഇച്ചിരി ഓയിലൊഴിച്ച് ഇതിനകത്തൊന്ന് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് സവോള കേട്ടോ. ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ ഒരു കുറച്ച് കശുവണ്ടി മുന്തിരിങ്ങ എന്ന് ആദ്യം ഒന്ന് വറുത്ത് കോരി വയ്ക്കാം കേട്ടോ. അത് നമുക്ക് അതിൻ്റെ മേലിലിടേണ്ടതാണല്ലോ, അതുകൊണ്ട് അതൊന്ന് വറുത്ത് കോരി വയ്ക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് വറുത്ത് കോരി വയ്ക്കാം. ഓരോന്നോരോന്ന് എളുപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണിക്ക് അരി ചോറ് വെച്ചാലും മതി കേട്ടോ. ഞാൻ ചിക്കൻ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതൊന്ന് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചിക്കനും ഞാൻ അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ വറുത്തെടുത്തു കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് സവോള നമുക്ക് വറുത്തെടുക്കാം. ഇതിൻ്റെ മേലിലിടാനുള്ള സവോളയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ ചീനിച്ചട്ടിയിലേക്ക് ഞാൻ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മസാലയൊക്കെ പരട്ടി ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒന്ന് വെച്ച് കൊടുത്തേക്കുവാണ്. പച്ചയ്ക്ക് തന്നെ നിങ്ങൾക്ക് ചിക്കൻ വറുത്തെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. വേവിക്കാതെ വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് വേവിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പുറം ഒന്ന് വെന്ത് ഇറച്ചിയാണല്ലോ, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഞാൻ മസാല പരത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മസാലയും ഞാൻ പരത്തി ചിക്കൻ മസാലയും മുളകും ഉപ്പും ചിക്കൻ മസാലയും മുളക് പൊടി ഉപ്പും പിന്നെ ഇച്ചിരി തൈരും കൂടി ഞാൻ പുരട്ടി വെച്ചതിന് ശേഷം അതൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി എടുത്തൊന്ന് വേവിച്ച് വെച്ചാണ്. അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഒന്ന് വേവിച്ച് വെച്ചത് കുറച്ചേ ഞാൻ എടുത്ത് വയ്ക്കുന്നുള്ളൂ. കുറച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് വറുത്ത് വയ്ക്കുകയാണ്. സവോള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഈ കപ്പലണ്ടിയും കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചതിൻ്റെ അകത്തേക്കൊന്ന് വറുത്തെടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ ഓരോന്നും ഞാൻ ഇതേപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. ഇതേപോലെ പച്ചക്കറികൾ ഓരോന്നും ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് ഒത്തിരി കരിഞ്ഞു പോകരുത് കേട്ടോ. അതിന് മുമ്പേ തന്നെ നമുക്കിങ്ങനെ ഈ കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് കോരി എടുത്താൽ മതി. ക്യാരറ്റും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതും ഒന്ന് വറുത്ത് കോരി എടുക്കാം. അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ഇത് ഒരുവിധം ആയതിനു ശേഷം നമുക്ക് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ബീൻസ് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇച്ചിരി ഞാനിങ്ങനെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി ചേർക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. അത് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കുറച്ച് മതി കേട്ടോ. ഞാനൊരു 10 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്ത് ഞാൻ ഒന്ന് ചതച്ച് വെച്ചിരുന്നതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് വാങ്ങി വയ്ക്കാം. ഇത് നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ.
വരട്ടിയത് ഇതാണ്. ഇതേപോലെ നമ്മൾ വരട്ടി ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ. ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ അരിയും കൂടെ ഇടാൻ പോകുന്നത്. ഗ്ലാസ്സിന് ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇരട്ടി 3 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് അരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരട്ടി നമ്മൾ എപ്പോഴും അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. തന്നെ ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാനിതാ ഒരു ഇത്രയുള്ളൊരു കറുവ, പിന്നെ ഒരു 5 ഗ്രാമ്പു, ഒരു 5-6 ഏലക്ക, കുറച്ച് കുരുമുളക്, ഇത്രയൊന്ന് അതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ലീഫ് ഉണ്ടല്ലോ, ആ ലീഫും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ ഇപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ഇടുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതൊന്ന് വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി നല്ലതായിട്ട് തിളയ്ക്കാൻ പരുവത്തിനായി വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ ഞാൻ അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് സവോളയൊക്കെ വഴറ്റി ഇതൊന്ന് കറിയാക്കി കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് ഞാൻ ബാക്കിയിരിക്കുന്ന സവോള ഞാൻ ഒരു 2 സവോളയായിരുന്നു ഞാൻ അരിഞ്ഞിരുന്നത് കേട്ടോ. ബാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കൻ്റെ നമുക്കൊന്ന് കറിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് മൂത്ത് വരും. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനെ വറക്കണ്ടെന്നുള്ളവർക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വേവിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനൊരു അരമുറി നാരങ്ങാനീര് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുവാണ് കേട്ടോ. അത് ഞാനിന്ന് ചതച്ച് വെച്ചിരുന്നത് അത് ഇതിലേക്കൊന്ന് ചേർത്തു. അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ചിക്കൻ്റെ ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ. ചിക്കനുള്ള സവോളയാണ്. അപ്പോൾ അത് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. അതിലേക്ക് ഇനിയും ബാക്കിയുള്ള പൊടികളെല്ലാം ഒന്ന് ചേർക്കുവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കും. നേരത്തെ മുളക് പൊടിയൊക്കെ വെച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്തു. പിന്നെ മസാല വേണമെന്നുണ്ടെങ്കിൽ മസാല ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് മസാലകൾ ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാലും ഇച്ചിരി കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ അല്പം വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതാ ഇച്ചിരി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒന്ന് ചേർത്ത് ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഇതൊന്ന് ഇച്ചിരി കൂടി ഒന്ന് ഒന്നായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ പൊടിഞ്ഞു പോവുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ചിക്കനിൽ നിന്ന് പിടിക്കട്ടെ കേട്ടോ.
ഇപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ മേളിലേക്ക് ഞാൻ ഈ ചിക്കൻ എല്ലാം കൂടെ ചേർക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ദമ്മാക്കി എടുക്കാം. ഇത് പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞത് എല്ലാം കൂടെ ഇടുവാണ് കേട്ടോ. അതിൻ്റെ മേളിലേക്ക് ഇടുവാണ്. അതും ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ദമ്മാക്കി എടുക്കാം. നമ്മളിത് സവോളയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ ഇട്ട് കൊടുക്കാം. ഈ ചീനിച്ചട്ടി വേണം. ചീനിച്ചട്ടി ചിക്കൻ്റെ ചീനിച്ചട്ടി ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഞാനൊന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കളയുന്നില്ലല്ലോ, അതുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമൊന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി 2 മിനിറ്റ് വരെ ഇരിക്കട്ടെ കേട്ടോ. അന്നേരം ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതെല്ലാം കൂടെ പറ്റി ചോറിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ഇറങ്ങിയിരിക്കും. സാലഡിന് വേണ്ടിയിട്ട് ഞാനിത് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടൊന്ന് ഞരടുവാണ് കേട്ടോ. ഞരടി ഞാൻ ഇതിൻ്റെ വെള്ളം കളയാറുണ്ട്. അത് ഞരടി നന്നായിട്ട് ഉപ്പിട്ട് ഒന്ന് ഞരടി എടുക്കുക. അപ്പോൾ അതിൻ്റെ കാരമൊക്കെ പോയി കിട്ടും. നന്നായിട്ട് ഞരടുക കേട്ടോ. ഞരടി പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ സാലഡിന് എടുക്കുന്നത് കേട്ടോ. ഇനി ഭയങ്കര കാരമായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ചുവ ഇഷ്ടം, ഇതിൻ്റെ കാരത്തിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് ഞരടി കളയണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ അരിഞ്ഞെടുത്താൽ മതി. എനിക്കങ്ങനെ കാരം ഒത്തിരി വേണ്ട, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് ഞരടും കേട്ടോ. ഞരടിയ സവോളയിലേക്ക് ഞാനൊരു പച്ചമുളക് ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അല്ലാട്ട് ഇത് കാന്താരിയാണേ. പച്ചമുളക് ഉള്ളവർക്ക് പച്ചമുളക് അരിഞ്ഞു കൊടുക്കാം. എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ അരിഞ്ഞു കൊടുക്കുക. ഞാൻ ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ടാണല്ലോ നമ്മൾ ഞരടി വെച്ചത്, അതുകൊണ്ട് ഉപ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഉപ്പില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ച് കൊടുക്കേണ്ടവർക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇടേണ്ടവർക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഇട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. തൈര് വേണ്ടവർക്ക്, സാലഡിന് തൈര് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഞങ്ങൾ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതാ സാലഡ് റെഡി ആയിട്ടുണ്ട്. പപ്പടം വറക്കണമെങ്കിൽ പപ്പടം വറക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. ഇനി നമുക്ക് ബിരിയാണിയുടെ ഇതൊന്ന് നോക്കാം. ഞാനിത് ഇത് വെച്ചേക്കുമായിരുന്നു. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് കഴിക്കാനായിട്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ശരിയായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ബിരിയാണി നമുക്കൊരു സൈഡിൽ നിന്ന് പോലെ നമുക്ക് എടുക്കാം. നല്ല പാകമായിട്ടുള്ള ബിരിയാണി കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ. താങ്ക് യു.